നേപ്പാളിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേപ്പാൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നന്ദി അറിയിച്ചു. ഈ ദുഷ്കരമായ സമയത്ത് നേപ്പാളിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതിനും ഉദാരമായ സഹായം വാഗ്ദാനം ചെയ്തതിനും ഞങ്ങൾ അങ്ങേയറ്റം നന്ദിയുള്ളവരാണ് എന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് എക്സിൽ കുറിച്ചു. ദുരന്തത്തിൽ അകപ്പെട്ട പൗരന്മാരെ സഹായിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ ഊർജിതമാക്കുന്നതിനിടയിലാണ് ഈ പ്രതികരണം ഉണ്ടായത്. ഇന്ത്യൻ പൗരന്മാർക്കായുള്ള രക്ഷാപ്രവർത്തനങ്ങളും ദുരിതാശ്വാസ നടപടികളും സുഗമമാക്കുന്നതിന് നേപ്പാൾ സമരക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്ന് കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസി അറിയിക്കുകയുണ്ടായിട്ടുണ്ട്. ഇന്ത്യൻ പൗരന്മാരെ എത്രയും വേഗം രക്ഷപ്പെടുത്തുന്നതിനും അവർക്ക് ദുരിതാശ്വാസം എത്തിക്കുന്നതിനുമായി ഇന്ത്യൻ എംബസി നേപ്പാളിലെ ബന്ധപ്പെട്ട അധികൃതരുമായി നിരന്തരം ബന്ധപ്പെട്ട് വരികയാണ് എന്ന് പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട്. അതേസമയം കോസി നദിയിലെ പ്രളയജലം ഇന്ത്യയിലേക്ക് എത്തി ദുരന്ത സാഹചര്യം വ്യാപിക്കാതിരിക്കാനുള്ള കനത്ത ജാഗ്രത ദുരന്ത രക്ഷാ വിഭാഗം പുലർത്തുന്നുമുണ്ട്. നേപ്പാളിലെ ഈ മിന്നൽ പ്രളയത്തെ തുടർന്ന് ഗണ്ഡക്, നാരായണി നദികളിലേക്ക് ജലപ്രവാഹം പെട്ടെന്ന് ഉയരാൻ സാധ്യതയുള്ളതിനാൽ ബീഹാറിലും ഉത്തർപ്രദേശിലെ അതിർത്തി ജില്ലകളിലുമൊക്കെ കനത്ത ജാഗ്രതയാണ് ഇപ്പോൾ പുലർത്തുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ദുരന്ത നിവാരണ വകുപ്പ് പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം ഏകദേശം 3 മീറ്റർ വരെ ഉയരമുള്ള പ്രളയജലത്തിന്റെ ഒരു തരംഗം ഗണ്ഡക് നദിയിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. ഇതേ തുടർന്നാണ് നദിയുടെ തീരപ്രദേശങ്ങളിലുള്ള ജില്ലകളിൽ കൂടുതൽ ജാഗ്രത പുലർത്താൻ നിർദ്ദേശം നൽകിയത്. ബീഹാറിലെ അതിർത്തി ജില്ലകളിലെ ജില്ലാ മജിസ്ട്രേറ്റുമാരും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായും ചീഫ് സെക്രട്ടറി പ്രത്യയ അമൃത് അധ്യക്ഷനായ ഉന്നതതല അവലോകന യോഗം ചേർന്നു. നേപ്പാളിലുണ്ടായ ഈ മിന്നൽ പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളീയർക്ക് അടിയന്തര സഹായവും സേവനങ്ങളും വിവരങ്ങളും ലഭിക്കുന്നതിനായി നോർക്ക ഹെൽപ്പ് ഡെസ്ക് തുടങ്ങിയതായി നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ രാജേഷ് മാധവൻ അറിയിച്ചിട്ടുണ്ട്. ഈ സേവനം ഉപയോഗപ്പെടുത്തുന്നതിന് നോർക്ക ഗ്ലോബൽ കോണ്ടാക്ട് സെന്ററിന്റെ 180052539939 ഞാൻ ഒരിക്കൽ കൂടി പറയാം, 180052539939 ടോൾ ഫ്രീ നമ്പർ. വിദേശത്തു നിന്നും മിസ് കോളിന് +918120012345. ഒരിക്കൽ കൂടി 8802012345 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. പ്രവർത്തനങ്ങളിലൊക്കെ ഏകോപനത്തിന് ഡൽഹി NRK ഡെവലപ്മെന്റ് ഓഫീസറെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അപകടത്തിൽപ്പെട്ട ഇന്ത്യൻ പൗരന്മാരെ എത്രയും പെട്ടെന്ന് സുരക്ഷിതരായി പുറത്തെത്തിക്കാനും രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുമായി നേപ്പാൾ സർക്കാരുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്നുണ്ടെന്ന് ഇന്ത്യൻ എംബസി വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രളയബാധിതരായ ഇന്ത്യക്കാർക്ക് സഹായം ലഭ്യമാക്കുന്നതിനായി എംബസി പ്രത്യേകം ഹെൽപ്പ് ലൈൻ നമ്പറുകളും ഞാൻ നമ്പറുകൾ പറയാം: 977851316807. രണ്ടാമത്തെ നമ്പർ 9010910500 എന്നിങ്ങനെ 2 നമ്പറുകളും കൂടി തുറന്നിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലുമൊക്കെ പേഴ്സണലായി ആരെങ്കിലുമൊക്കെ കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ നിന്നുള്ള എന്തെങ്കിലും അവിടേക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ നമ്മളുമായി ഈ ഒരു നമ്പർ നമ്മളിന്ന് ലഭിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. സഹായകാര്യങ്ങളുമായി നാടൊന്നാകെ ഈ ഒരു ദുരന്തത്തിൽ പെട്ടവരോടൊപ്പം ഉണ്ട്. ഇപ്പോൾ നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ ബാധിക്കപ്പെട്ടതായി സംശയിക്കുന്ന മലയാളികളെ സംബന്ധിച്ച വിവരങ്ങൾ 1070 എന്ന ടോൾ ഫ്രീ നമ്പറിൽ അറിയിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പ്രളയ മേഖലയിൽ കുടുങ്ങിയതായി സംശയിക്കുന്ന മലയാളിയുടെ പേര്, യാത്ര ചെയ്ത തീയതി, ബാധിക്കപ്പെട്ടതായ പ്രദേശത്ത് എത്തിച്ചേർന്നതായി സംശയിക്കുന്ന തീയതി, ഏറ്റവും അവസാനം ബന്ധപ്പെടാൻ സാധിച്ച തീയതി എന്നിവ നൽകണം.
കുടുങ്ങിയവരുടെ കൈവശമുള്ള മൊബൈൽ നമ്പർ, യാത്രാ പദ്ധതി തയ്യാറാക്കി നൽകിയ ഏജൻസിയുടെ പേര് എന്നിവ സഹിതം അറിയിക്കാനാണ് നിർദ്ദേശം വന്നിരിക്കുന്നത്. ലഭ്യമാകുന്ന വിവരങ്ങൾ ഔദ്യോഗിക സംവിധാനം വഴി നേപ്പാൾ സർക്കാരിന് കൈമാറുന്നതായിരിക്കുമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് പരിചയത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിക്ക് അറിയുന്ന ആരെങ്കിലും അവിടെ കുടുങ്ങിക്കിടക്കുന്നതായിട്ടൊക്കെ എന്തെങ്കിലും വിവരങ്ങളുണ്ടെങ്കിൽ ദയവായി ഈ രീതിക്ക് അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ കൈമാറേണ്ടതാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് പുറത്തു വരുന്നതുണ്ട്. ഇനി എന്തെങ്കിലും ആവശ്യങ്ങളുള്ളവർക്ക്, അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആരെങ്കിലും ഇങ്ങനെ ഒരു നമ്പർ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആവശ്യങ്ങൾക്കായും നിങ്ങൾക്ക് ഈ നമ്പറുകൾ സ്വീകരിക്കാവുന്നതാണ്. ഈ പറഞ്ഞ പോലെ മലയാളികളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ 1070 എന്ന ടോൾ ഫ്രീ നമ്പറിലാണ് അറിയിക്കേണ്ടത്. അറിയിക്കുമ്പോൾ വിശദാംശങ്ങൾ സഹിതം അറിയിക്കാൻ ശ്രദ്ധിക്കുക. നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തിനെ സംബന്ധിച്ച സാഹചര്യങ്ങൾ സംസ്ഥാന സർക്കാർ നിരീക്ഷിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചീഫ് സെക്രട്ടറി വിദേശകാര്യ മന്ത്രാലയവുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. വിനോദസഞ്ചാരത്തിനായി നേപ്പാളിലുള്ള മലയാളികളെ ബന്ധപ്പെടാൻ കുടുംബാംഗങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അക്കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയാണ് അറിയിക്കേണ്ടത്. ബന്ധപ്പെടേണ്ട നമ്പർ ഞാൻ വായിക്കാം, ആവശ്യമുള്ളവർ നോട്ട് ചെയ്തോളുക. 9447111844. ഒരിക്കൽ കൂടി ഞാൻ പറയാം, 9447111844. മറ്റൊരു നമ്പർ കൂടി നൽകാം, 9747132147. ഒരിക്കൽ കൂടി പറയാം, 9747132147. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങളൊക്കെ വരും മണിക്കൂറുകളിൽ നമുക്ക് അറിയാൻ സാധിക്കും. എത്രയും പെട്ടെന്ന് തന്നെ ഈ ദുരന്തത്തിൽ നിന്നും നേപ്പാൾ പുറത്തു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആശിക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.